ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ C++ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി. അതിൻ്റെ ഹിസ്റ്ററി, അതിലെ കുറച്ച് കീ ആയിട്ടുള്ള കാര്യങ്ങൾ, വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് എങ്ങനെ പ്രോസസ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പഠിച്ചത്. മേ ബി ഇറ്റ് വാസ് മോർ അബൌട്ട് C പ്രോഗ്രാമിംഗ് ദാൻ റൈറ്റിംഗ് C പ്രോഗ്രാംസ്. രണ്ടാമത്തേൽ നമ്മൾ വിൻഡോസിൽ എങ്ങനെ കമ്പൈൽ ലിങ്ക് ലോഡ് ചെയ്യാന്നൊക്കെ പഠിച്ചു. അതിൽ സ്റ്റാറ്റിക് ലിങ്കിങ്ങും ഡൈനാമിക് ലിങ്കിങ്ങും പഠിച്ചു. അതിൻ്റെ നിവാൻസസ് എങ്ങനെ DL ഡൈനാമിക്കലി ലോഡ് ചെയ്യാന്ന് പഠിച്ചു. തേർഡിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ നമുക്ക് ലിനക്സിൽ ഇതേ കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വിൻഡോസ് ലിനക്സ് മാക്കിന് കോമൺ. ആരെങ്കിലും മാക്കിലൂടെ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിൻഡോസിലോട്ട് സ്വിച്ച് ചെയ്ത്. അല്ലല്ല. ഈ എക്സ് പ്ലാറ്റ്ഫോം എന്നും പറയട്ടെ, ക്രോസ് പ്ലാറ്റ്ഫോമിനെ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ജാവയാണ്, ജാവ ക്രോസ് പ്ലാറ്റ്ഫോം ആണെന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ ഈ ജാവയുടെ ഈ ജാവ വേഴ്സസ് C++ ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാമിംഗിൽ എന്താണ് വ്യത്യാസം? ആരെങ്കിലും? ജാവയില് സോഴ്സ് ലെവൽ മോഡിഫിക്കേഷൻ വേണ്ട, റൺ ടൈം ടാർഗറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അതൊരു ഒരു ബൈനറി ലെവൽ ആണ് അല്ലേ? പോർട്ടബിലിറ്റി ഇൻ ജാവ. C# സോഴ്സ് ലെവൽ പോർട്ടബിലിറ്റി ആണ്. സോറി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പോർട്ടബിൾ കോഡ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇങ്ങനെ പറയാൻ പറ്റുമോ? പൈത്തൺ ഇന്റർപ്രറ്റർ വേണമെങ്കിൽ പ്രാക്ടിക്കലി പറയാം. ഇപ്പൊ JVM ലാംഗ്വേജസും എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ C++ നേറ്റീവ് കോഡ് ബേസിക്കലി സോഴ്സ് ലെവൽ പോർട്ടബിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? C++ന്റെ സോഴ്സ് ലെവൽ പോർട്ടബിലിറ്റിയുടെ ഇപ്പൊ ക്രോം ബ്രൗസർ, പിന്നെ ഗൂഗിൾ V8 എഞ്ചിൻ, പിന്നെ മോസില്ല ഫയർഫോക്സ്, JVMs. ഇതെല്ലാം C++ലാണ് പൊതുവെ എഴുതാറ്. അത് പക്ഷെ ഇപ്പൊ ഏതാണ്ടൊരു മറ്റേ വെർച്വൽ മെഷീന്റെ പേരെന്താണ് മറ്റേ ശരത്തെ? ഗ്രാലാണോ? ഗ്രാൽ VM. റിട്ടൺ ഇൻ ജാവ അല്ലേ? അയ്യോ, അത് ജിറ്റാണ് ജാവയിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ജിറ്റ് പാർട്ട് ഓഫ് ഇറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ ഞാൻ 2011 ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ക്യുസാറ്റിന്റെ ഒരു റീബൂട്ട് മാഗസിനിൽ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടെ ഇടാം. ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് സേവ് ചെയ്യട്ടെ.
ഓക്കെ. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ എക്സാമ്പിളിന് പകരം ഞാൻ ഇതിന്റെ മെയിൻ പ്രോഗ്രാം ആദ്യം എടുക്കുക, എന്നിട്ട് സക്സസീവ്ലി റീഫാക്ടർ ചെയ്യാം. സാറേ നേരത്തെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കയറി. സാർ നേരത്തെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ആ റീബൂട്ടിന്റെ ആർട്ടിക്കിൾ ആണോ? കിട്ടിയത് അതെന്റെ അടുത്ത് അല്ല, ചാറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ലെറ്റർ ഉണ്ട്. അല്ലല്ല, അതിന്റെ ഒറിജിനൽ പ്രിന്റ് അതെ ചെയ്തിട്ടുള്ള. അതെ അതെ, ചാറ്റ് ലെറ്റർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാനത് ഈ ആർട്ടിക്കിൾ ആണത്. വെൽക്കം ടു ക്രോസ് പ്ലാറ്റ്ഫോം C++ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ലിങ്ക് ഇടാം. എന്റെ PDF ഷെയർ ആണ്, പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി മാഗസിന്റെ ഫോർമാറ്റിൽ റീഡ് ചെയ്യാൻ പറ്റും. പേജ് 33 ആണെന്ന് തോന്നുന്നു. കാണാനല്ല പേജ്. ട്വന്റി 28 29 ആണോ? 28 എവിടെ ഉണ്ടാവോ? അടിയില് 30 എൻ്റെ 30 31 ആണല്ലോ കാണുന്നത്. ഇതല്ലേ അത് ടൈം ആണോ ഉദ്ദേശം? ഓക്കെ ഓക്കെ. ടൈമല്ലോ. പേജ് ഇത് ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റിലും ടോപ്പ് റൈറ്റിലും, അല്ല സോറി ബോട്ടം ലെഫ്റ്റും ടോപ്പ് റൈറ്റും ഇവിടെയുണ്ടോ? അതാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. പേജ് എടുത്ത് നോക്കിയാൽ മതി. താങ്ക് യു ഫോർ ദ സ്റ്റഫ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് വിഷ്വൽ C++ൽ വെറുതെ ഒന്ന് കമ്പൈൽ ചെയ്യുന്നു. തൽക്കാലം നമ്മളിത് std ആയിട്ട് വെച്ച്. ഓക്കെ. മെയിൻ ഇസ് ദ യൂസർ ഇന്റർഫേസ്. ആരാ മെയിൻ വിളിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കമ്പൈലർ ആണോ? കമ്പൈലറിനെ വിളിക്കാൻ പറ്റില്ല. ലോഡറാണ് വിളിക്കുന്നത്. പക്ഷെ ലോഡറിലോട്ട്
ലോഡറിന് കാരണം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഡർ എക്സിക്യൂട്ടബിൾ ലോഡ് ചെയ്യുന്ന സാധനമാണ്. സിസ്റ്റം എൻട്രി പോയിന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, ബിക്കോസ് സാർ അന്ന് യൂസർ എൻട്രി പോയിന്റ് എന്നെ വിളിച്ചത്. യൂസർ എൻട്രി പോയിന്റ് എന്നാണ്, അതായത് സ്റ്റാർട്ടപ്പ് കോഡാണ് വിളിക്കുന്നത് മെയിനെ. ഓക്കെ, പണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ സിസ്റ്റത്തിലെ സ്റ്റാർട്ടപ്പ് കോഡ് മാറ്റും, എന്നിട്ട് മെയിന് വരാൻ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് വന്നിട്ട് സി പ്രോഗ്രാം എഴുതും നമ്മുടെ മെഷീനിൽ. അപ്പൊ മെയിൻ വിളിച്ചാൽ വർക്ക് ചെയ്യില്ല ഈ സാധനം. ഹാപ്പി എന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെ പറ്റിക്കണൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതായത് ചെയ്യാൻ പറ്റും, ഇപ്പോഴും ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായും. അത് പക്ഷെ നമ്മുടെ മെഷീനിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ആരും ചെയ്യാറൊന്നുമില്ല. പണ്ട് അതൊരു വേറെ നേരം പോക്കിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനിത് ഇതിലെ കുറെ കാര്യങ്ങൾ കളയാം, എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഈ കോഡിലോട്ട് നമുക്ക് എത്താൻ പതുക്കെ. ഇത്തിരി എക്സ്ട്രാ സി പഠിക്കാം നമ്മളിന്ന്. ഓക്കെ, നമ്മൾ ഇത് സോ ഫാർ നമ്മൾ ചെയ്യുന്നത് സി സബ്സെറ്റ് ഓഫ് C++ ആ പഠിക്കുന്നത് കേട്ടോ. C++ ലാംഗ്വേജ് പ്രോപ്പറിലോട്ട് നമ്മൾ കയറിയിട്ടില്ല. പക്ഷേ വേൾഡിലെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇവിടെ റിട്ടേൺ വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം നോ എറർ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതാർക്കും ഡൗട്ട് ഒന്നുമില്ലേ? ഈ ജാവയിലും C++ലും ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡൗട്ട് ഒന്നുമില്ല അല്ലേ? ജാവ ഉപയോഗിച്ചവർക്ക് അറിയാം, C# ഉപയോഗിച്ചവർക്ക് അറിയാം. argv0 നെയിം ഇതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്, ഇത് ഡൗട്ട് ഒന്നുമില്ല അല്ലേ? argc-1 ആയിരിക്കും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന്. ഡൗട്ട് ഉണ്ടോ? അതായത് argv0 എന്താണ്? exe-യുടെ പേരാ സ്റ്റോർ ചെയ്യണേ. മറ്റേ ജാവയിലും C#ലൊക്കെ argv0 ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിരിക്കും. അതാണ് സിയും C++ തമ്മിലെ വ്യത്യാസം. ഇതൊരു ഇത്തിരി malloc, realloc, calloc, free, സിയും C++ലും ഫസ്റ്റ് ആർഗ്യുമെന്റ് തന്നെ അല്ലേ? അതെ, Okay. C++ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാലോക്ക്, റിയലോക്ക്, കാലോക്ക്, ഫ്രീ എക്സെട്ര ഫോം ദ ബാക്ക് ബോൺ ഓഫ് C++ മെമ്മറി മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ മാലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മൾ പറയുന്ന അത്രയും ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര ആർഗ്യുമെന്റ് ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രോഗ്രാമിന്റെ പേര് QSRT 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് exe-നെയും ഫസ്റ്റ് ആർഗ്യുമെന്റ് 1, 2, എന്താ പറയാ സെക്കൻഡ് ആൻഡ് തേർഡ് ആർഗ്യുമെന്റ്. ബട്ട് നമ്മൾ ഈ exe-യുടെ നെയിം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിൽ 2 ആർഗ്യുമെന്റ് ഉള്ളു. അപ്പൊ 2 എലമെന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. ഇപ്പൊ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ആർഗ്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 3 എലമെന്റ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ മാലോക്ക് റിട്ടേൺ ചെയ്യണത് വോയിഡ് സ്റ്റാർ ആണ്.
വി നീഡ് ടു കാസ്റ്റ്. അപ്പൊ ഡബിൾ ഡിപ്പ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ജാവ പേഴ്സൺ ആണെങ്കിൽ ഇതേ കോള് ഡബിൾ. സൈസ് ഓഫിന് എന്താണ് ഇതുള്ളത്? നമ്പർ മതി. മതി. ശരി. നമ്മൾ ടൈപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഇതാണ്. ഓക്കെ. അപ്പൊ സോഫാർ ഡൗട്ട് ഉണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ല. നമ്മൾ ചെയ്യാൻ നോക്കുന്ന മനസ്സിലായ കുറെ വാല്യൂ സോർട്ട് ചെയ്യാനാ നോക്കുന്നേ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടിയില്ലോ അല്ലെ? ന്യൂലി അലോക്കേറ്റഡ് ബഫർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. കിട്ടിയോ? പോയിന്റർ ടു ദ സ്റ്റാർട്ട് ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. അതായത് ആർഗ്വി സീറോയിൽ എന്തായിരിക്കുന്നേ? EXEയുടെ പേരാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ആർഗ്വി വണ്ണിന്റെ അഡ്രസ്സാണ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്യണേ. അപ്പൊ ഈ ആർഗ്വി വൺ തന്നെ ഒരു പോയിന്റർ ആണ്. അപ്പൊ അതിന്റെ ആംപർസാൻഡ് എടുക്കുമ്പോ എന്താണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. അതേമാതിരി ഈ സൈസ് ഓഫ് എന്നുള്ളത് ഒരു കമ്പൈൽ ടൈം യൂണറി ഓപ്പറേറ്റർ ആണെന്ന് പറയും. സിയില് അപ്പൊ നമ്മള് നമ്പർ എത്ര -1 എന്ന് ആൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു സൗന്ദര്യവൽക്കരിക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതാം. കിട്ടിയോ? അതായത് A to F എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ASCII to float എന്ന് പറയും. അതായത് നമ്മള് ഇപ്പോ എന്താ പറയാ, നമ്മൾ അലോക്കേറ്റ് ചെയ്ത അറയില്ലേ, മാലോക്ക് ചെയ്ത ഈ അറേ അതിലേക്ക് എല്ലാ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തൽക്കാലം കളയാണ്. തൽക്കാലം നമ്മൾ കൊടുത്ത വാല്യൂ പ്രിന്റ് ചെയ്യണ്ടോ എന്ന് നോക്കാം. ഈ കുറച്ചു കാലം ആദ്യകാലങ്ങളിലൊക്കെ ഈ C++ സ്പിറ്റ് തുപ്പുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു സിമ്പിൾ C പ്രോഗ്രാം ആണ്. ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കൊടുത്ത ഡാറ്റ
ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊരു അറേ പ്രിന്റ് ചെയ്യുന്നിട്ട് ആ അറേ ഫ്രീ ചെയ്ത് കളയുന്നു. ഈ ജാവ സി ഷാർപ്പ് പ്രോഗ്രാം ചെയ്തവർക്ക് അറിയാം, മാനേജ്ഡ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അതായത് വെർച്വൽ മെഷീനാണ് മെമ്മറി മാനേജ് ചെയ്യുന്നത്. ഫ്രീ ചെയ്യുന്ന പരിപാടിയില്ല. C++ലാണെങ്കിൽ നിങ്ങൾ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ട് ഫ്രീ ചെയ്യണം. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇഡിയോമാറ്റിക് C++ൽ എഴുതാം. അവിടെ ഇപ്പം നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കും. പക്ഷെ ഇപ്പം നമ്മളൊരു ക്രോസ് പ്ലാറ്റ്ഫോം സി പ്രോഗ്രാം എഴുതാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാലോക്കും ഫ്രീ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സോഫാർ? ഞാൻ ഒന്നുകൂടി ഒന്ന് ഓടിക്കാം. ഇത് ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് argc1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? exe നെയിം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സി പ്രോഗ്രാമിന്റെ ഒരു കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു റിട്ടേൺ എ നെഗറ്റീവ് വാല്യൂ, പ്രോഗ്രാം ഹാസ് റിട്ടേൺഡ് വിത്ത് സം എറർ. 0 ആണെങ്കിൽ നോ എറർ ആണ്, മറ്റേ പോസിറ്റീവ് ആണെങ്കിൽ വാർണിംഗോടെ ചെയ്തു എന്നാണ് അറിയണേ. ഇപ്പൊ നെക്സ്റ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്താന്നുള്ളത് ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എത്ര ആർഗ്യുമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതാണ് നമ്മൾ എന്താ പറയാ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ആ മെമ്മറി അലോക്കേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മൾ അറേ നള്ള് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറീനെ വേറൊരു പോയിന്റർ വെച്ച് സ്റ്റോർ ചെയ്യും. കണ്ടോ, ഈ ARRന്റെയും PARRന്റെയും സെയിം ടൈപ്പാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ argv0ന്റെ തൊട്ടടുത്ത ആർഗ്യുമെന്റിന്റെ പോയിന്റർ എടുക്കും. അതാണ് നമ്മുടെ നമ്പേഴ്സ്. സാറേ printfന് ഫയൽ പോയിന്റർ കൊടുക്കണ്ടേ? ആ അതെ അതെ, ഞാൻ താങ്ക് യു. ഡിഫോൾട്ട് എടുക്കുമെന്ന് ചോദിക്കാൻ ഇല്ല വരെയായിരുന്നു. ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കിട്ടിയ വാല്യൂ ഒക്കെ ഡബിൾ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഈ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ C++ ലാംഗ്വേജിന്റെ ഒരു സുപ്പീരിയോറിറ്റി ഓർ അതർ ലാംഗ്വേജ്. നിങ്ങൾക്ക് കുറെ ട്രിക്സ് കോമ്പാക്റ്റ് ആയിട്ട് കോഡ് എഴുതാം. ഇത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ട, ഈ ARR എന്നുള്ളത് ഞാൻ ഇവിടെയൊക്കെ പോയിന്റർ വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യണേ, ഇത്രയും സ്ഥലത്തൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ ARRനെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്താണ്ടോ. അപ്പൊ പോയിന്ററും അറേയും തമ്മിലുള്ള ആ ബന്ധമാണ് C++ന്റെ ഒരു വൺ ഓഫ് ദി കോർണർ സ്റ്റോൺ. കണ്ട, മാലോക്ക് ഇത് തന്നെ. അപ്പൊ stdlib.h എന്നുള്ളൊരു ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. stdlib.h ഈ പറഞ്ഞ മാലോക്കും ഗാലോക്കും എല്ലാം നമുക്ക് കിട്ടും. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉള്ള ഇതെല്ലാം പ്രിന്റ് ചെയ്താണ്ടോ നമ്മൾ കൊടുക്കണൊക്കെ. എല്ലാം പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഇവിടെ എന്താ ചെയ്യണ്ടേ? സോർട്ട് റുട്ടീൻ എഴുതണം. നമുക്ക് ബൈനറി ബബിൾ സോർട്ടൊക്കെ മതി ചെറിയ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മളൊരു
ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ആൾമോസ്റ്റ് സി പഠിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് ക്യൂ സോർട്ടിനെ കുറിച്ച് ഒന്ന് വായിക്കാം. ഇത് കണ്ടോ, ക്യൂ സോർട്ട് ഫംഗ്ഷന്റെ ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് നമ്മൾ ബേസ് കൊടുക്കുക. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഫറിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് എത്ര ഐറ്റം ഉണ്ടെന്ന് കൊടുക്കണം. അതായത് ഇപ്പൊ നമുക്ക് 2 ആണെങ്കിൽ 2. സൈസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിന്റെ സൈസ് ഇപ്പൊ നമ്മുടെ കേസിൽ ഡബിൾ ആയതുകൊണ്ട് 8 ആയിരിക്കും. പിന്നെ ഒരു കമ്പാരിറ്റർ ഫംഗ്ഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഇത്രയും ഇതാണ് ഇതിന്റെ. പക്ഷെ ക്യൂ സോർട്ടിന്റെ കേസിൽ ഒരു ചെറിയൊരു വ്യത്യാസം വിൻഡോസിലുണ്ട്. അത് നമുക്ക് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മള് ക്യൂ സോർട്ട് ആദ്യം വിളിക്കും. അപ്പൊ നമ്മുടെ കേസിലെ ARR ആണ് ബഫർ. നമ്പർ എത്രയാ? അത് ആ പ്രോഗ്രാമിൽ എത്രയാണോ, അതായത് നമ്മൾ എഴുതിയേക്കുന്ന പ്രോഗ്രാമില്ലേ, ഇവിടെ എത്ര നം എന്ന് പറഞ്ഞ സാധനമായിരിക്കും. സോറി, നമ്മല്ല, argc-1 ആയിരിക്കും. ഞാനിവിടെ ആ വേരിയബിൾ ഡിസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഫസ്റ്റ് സൈസ് ഓഫ് ഡബിൾ ആയിരിക്കും. ഇനി നമ്മൾ എഴുതേണ്ടത് കമ്പാരിറ്റർ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പൊ കമ്പാരിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സർ പറഞ്ഞോളൂ. ഫംഗ്ഷനെ വാല്യൂ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുമോ C++? അല്ല, ഫംഗ്ഷൻ പോയിന്റർ സപ്പോർട്ട് ഉണ്ട്. ഫംഗ്ഷൻ ഇപ്പൊ കണ്ട കമ്പയർ എന്നുള്ളത് ഒരു പോയിന്റർ ടു എ ഫംഗ്ഷൻ ആണ്. അതായത് ലാംഡ മാതിരിയുള്ള എഫക്റ്റ് കിട്ടും, പക്ഷെ വേരിയബിൾ ഒന്നും ക്യാപ്ചർ ചെയ്യില്ല. അല്ല, അത് പോയിന്റർ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന എങ്ങനെ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നു? ഇവിടെ കണ്ട ബ്രാക്കറ്റ് ഇടില്ല അല്ലെങ്കിൽ അതിനിപ്പോ ഞാൻ ഇത് കാണിച്ചു തരാം. ഞാനൊരു നമുക്ക് 2 എലമെന്റിന്റെ ബഫറാ പാസ് ചെയ്യണേ. അപ്പൊ നമുക്ക് ആൾറെഡി അറിയാം ഇത് ഡബിൾ ആണെന്ന്, അല്ലെ? കമ്പയർ സ്ട്രിങ് അല്ലെ, കമ്പയർ ഡബിൾ ഇടാം. നമുക്ക് വേണമെങ്കിൽ കമ്പയർ ഇൻറ്റു ഉണ്ടാക്കാം കേട്ടോ. പോയിന്റർ ടു എ. ഇതിപ്പോ ഞാൻ സീലല്ല എഴുതണം, നമ്മുടെ നോട്ടിലാണ് എഴുതണം കേട്ടോ. PA വലുതാണെങ്കിൽ 1 ഇടുക, അല്ലെങ്കിൽ
ഒരു എൻ്റെ കേട്ടോ, ഇങ്ങനെയാണ്. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയും. സൈൻ ഫംഗ്ഷൻ ഇതാണ്. ഈ ഫംഗ്ഷനാണ് നമ്മൾ, അതായത് അതിപ്പോ നമുക്ക് സൈൻ ഉണ്ട്, സിഗ്നം എന്നുള്ള ഫംഗ്ഷൻ ഇത് തന്നെ, ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതായത് എക്സ് ലെസ്താനാണെങ്കിൽ മൈനസ്, ഇത് ഏതാണ് ചെറുത്, -1, ഈക്വൽ ആണെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഇതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു എന്നുള്ളത് സി കെയർ ചെയ്യുന്നേ ഇല്ല ഈ ഫംഗ്ഷന്റെ ഉള്ളിലെ. അവിടെ കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാം. വിഷ്വൽ C++ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ കൂടി ഉണ്ട്. ഇത് സീഡിക്കളായിരിക്കണം എന്ന് വിഷ്വൽ C++ നിഷ്കർഷിക്കുന്നുണ്ട്, മറ്റേ ലിനക്സ് പറയുന്നില്ല. അപ്പൊ ആ ഒരൊറ്റ ഒരു ചെറിയൊരു പ്രശ്നമാണ്. സീഡിക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റർ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പുഷ് ചെയ്യുക. ആദ്യം ബി സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് എ പുഷ് ചെയ്യുള്ളൂ. പാസ്കൽ കോളിംഗ് എന്ന് പറഞ്ഞാൽ എ പുഷ് ചെയ്തിട്ട് ബി പുഷ് ചെയ്യുള്ളൂ. STD കോൾ എന്ന് പറഞ്ഞാൽ പുഷസ് ലൈക്ക് സി, പോപ്സ് ലൈക്ക് പാസ്കൽ. ഇതാണ് ഈ 3 കാര്യങ്ങൾ ഉള്ളത്. അത് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് ഇതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വർക്ക് ചെയ്യണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. കണ്ട സിഗ്നം ഫംഗ്ഷൻ കണ്ട, PA PB-നേക്കാൾ വലുതാണെങ്കിൽ PA 1 ആണ്, അല്ലെങ്കിൽ PA ചെറുതാണെങ്കിൽ -1 ആണ്, അല്ലെങ്കിൽ 0 ആണ്. കണ്ടോ, അത് സോർട്ട് ചെയ്താണ്ടോ? -4 ആദ്യം വന്നു, പിന്നെ -3, പിന്നെ 3, 4, 4.5, 6 ഇത് തന്നെ. ക്യൂസോട്ട്, പി സെർച്ച്, ഇങ്ങനത്തെ കുറെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C ലാംഗ്വേജിന്റെ ക്രക്സ് മനസ്സിലായെന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ
ഐ ആം പോസിങ് ഹിയർ. അപ്പോൾ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം നിങ്ങൾ ജാവ സി ഷാർപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പാരറ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതേമാതിരി ജാവ സ്ക്രിപ്റ്റിലൊക്കെ ഉണ്ട് ഈ ഇഡിയം, അതായത് ഒരു കമ്പാരറ്റർ ഫംഗ്ഷൻ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്യൂച്ചർ ക്ലാസ്സിൽ നമ്മുടേതായ ഒരു ക്യൂസോട്ട് എഴുതാം ഇതേ സിഗ്നേച്ചർ ഉള്ള. അപ്പോൾ അത് ഇത്തിരി ഒരു അഡ്വാൻസ് സി പ്രോഗ്രാമിങ്ങിൻ്റെതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ എം പോസിങ് ഹിയർ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ഒരു പ്രോഗ്രാം ഇത് ചെയ്യാം. അതായത് CMP ഡബിൾ എന്ന് പറഞ്ഞൊരു കമ്പാരറ്റർ എഴുതി. നമ്മളിവിടെ എന്താ ചെയ്തേ, അതായത് എനെ കാസ്റ്റ് ചെയ്തു ഡബിൾ ആയിട്ട്. അപ്പൊ നമുക്ക് ഇത് കമ്പാരറ്റർ ഫോർ ഇൻഡ് എഴുതാട്ടോ വേണമെങ്കിൽ. സ്ട്രക്ചറും ആവാം നമ്മുടെ വേണമെങ്കിൽ. അത് ഞാൻ സ്ട്രക്ചർ വേണമെങ്കിൽ സോർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഉദ്ദേശം എങ്ങനെ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ട് പേഴ്സൺ വരെ കൊടുക്കാട്ടോ ഇതിന്റെ ഉള്ള. അപ്പൊ ആ സ്ട്രക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്ട്രക്ചറിന്റെ മൾട്ടിപ്പിൾ ഫീൽഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അതായത് കമ്പാരറ്റർ ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതില് അഡ്ജസന്റ് എലമെന്റ്സിന്റെ പോയിന്റർ പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ ക്യൂ സോർട്ടില് ബഫർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു എലമെന്റിന്റെ എത്ര എണ്ണം ഉണ്ട്, ഒരു എലമെന്റിന്റെ സൈസ് എത്രയാണ്. അപ്പൊ അത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ അവിടെ കൊടുക്കുന്നതിൽ പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ റുട്ടീൻ ആകെ തവിടുപൊടിയാവും. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കമ്പാരറ്റർ എഴുതുന്നതിൽ? ഹലോ, ചോദിച്ചോളൂ. നമുക്കത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഇത് ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാമിങ്ങിന് വരും ഇങ്ങനത്തെ എന്താ പറയാ ഈ ഒരു ഡൗട്ട് വെച്ചിട്ട് അവിടെ കമ്പയർ ചെയ്യുന്ന ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് ഇല്ലേ, അത് കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതന്നെ യൂസ് ചെയ്തൂടെ? ഐ മീൻ പാസ് ചെയ്യുന്ന കറക്റ്റ് ടൈപ്പ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഡബിൾ ആണോ ഇതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഓ, ഇവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ചെയ്യണമായിരുന്നു. ഞാൻ അത് മറന്നുപോയി. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് നമുക്ക് ഉപയോഗിക്കണത് കാണിച്ചു തരാം. ഇനി ഒരു സ്ട്രക്ചറും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂസോട്ട് എങ്ങനെ വർക്ക് ചെയ്യണേ എന്നുള്ളതാവും. അത് മനസ്സിലായ? അപ്പൊ ഈ പ്രോഗ്രാം നിങ്ങൾ പല വേരിയേഷൻസ് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ലാംഗ്വേജിന്റെ ഏത് ബുക്ക് എടുത്താലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതിൽ ഫംഗ്ഷൻ പോയിന്റേഴ്സ് ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, യു നെയിം ഇറ്റ്. കാരണം ഇവിടെ നമ്മൾ ലോജിക് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്തുവേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ കമന്റ് ലൈൻ ആർഗ്യുമെന്റ് ഉണ്ടോ നോക്കും. പിന്നെ നമ്മൾ അറേയിലേക്ക് വെറ്റ് ചെയ്യുന്നു, അറേയിലേക്ക് പോയിന്റ് ചെയ്യുന്നു. നമ്മൾ സോഴ്സ് ഡാറ്റ എടുക്കുന്നു, ATF വെച്ചിട്ട് അത് ഇത് ചെയ്യുന്നു. പിന്നെ ക്യൂ സോർട്ട് വിളിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഇത്. ഞാനിത് വേണമെങ്കിൽ ഒരു വേറൊരു പ്രോഗ്രാം എടുത്തിട്ട് ഇത് ഇന്റിജർ ആക്കി കാണിച്ചു തരാം. ഇതവിടെ കിടന്നോട്ടെ.
ഇവിടെ ഇൻഡ് കൊടുക്കുന്നു. ലോങ് കിടക്കട്ടെ, പിന്നെ കുറച്ചുകൂടി ഇൻഡ് മതി. ജനറിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടിയൊക്കെ വേറെ കുറെ പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ മാറുന്നില്ല. A to I ഉണ്ട്, ASCII to integer ആണ്. ഇന്റിജർ 4 ബൈറ്റ് ആണ് കേട്ടോ വിഷ്വൽ C ++64 ബിറ്റിൽ എന്താ ഡേറ്റ്? മാലോഗിന്റെ കാസ്റ്റിംഗ് ഉണ്ട്. CMP ഡബിൾ കൊടുത്താൽ പോരാ കേട്ടോ. ഇവിടെ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്? ഒട്ടൊന്നുമില്ല, ഈ കണ്ടിന്യൂസ് മെമ്മറി ആയിരുന്നു. -5 കണ്ട, ഇത് സോർട്ട് ചെയ്ത കണ്ട, സെയിം റൊട്ടീൻ തന്നെ നമ്മൾ ഇതേ ഉപയോഗിച്ചിട്ടുള്ളൂ. കമ്പാരറ്റർ ഫോർ ഇൻഡ് എന്ന് പറഞ്ഞാൽ ഇനി ഈ കുറച്ച് ആൾക്കാരുടെ നെയിമും ഏജും ഒന്ന് സോർട്ട് ചെയ്താലോ? അല്ല, ഒന്നും മിണ്ടുന്നില്ല ആരും. ഹലോ, ഞാനിത് അഡ്വാൻസ്ഡ് C പ്രോഗ്രാമിലോട്ട് കയറാനുള്ള ഇതായിരുന്നില്ല. എൻ്റെ എക്സാമ്പിൾ ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ലേൺ ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ദിസ് തിങ്. ഇതൊന്നും വർക്ക് ചെയ്യോ ഈ പ്രോഗ്രാംസ്? സാർ, വൈശാഖ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, മറ്റേ ഇപ്പൊ ഈ കോൺസ്റ്റ് വോയിഡ് സ്റ്റാറിന് പകരം കറക്റ്റ് ആയിട്ടുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാല് അല്ല, ഇവരുടെ അല്ല, അവർ എക്സ്പെക്ട് ചെയ്യണ അതാണ്. അല്ല, അത് കമ്പൈലറിന് മറ്റേ ഫംഗ്ഷൻ സിഗ്നേച്ചർ മാറും എന്നുള്ളതല്ല പ്രോബ്ലം. അതെ അതെ അതെ. അല്ല, ഇവര് വോയിഡ് സ്റ്റാർ ആയിട്ട് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ കാസ്റ്റ് ചെയ്യാം. സിയുടെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? അതൊരു സ്റ്റാറ്റിക് ടൈപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ വീക്ക്ലി എൻഫോഴ്സ്ഡ്. പക്ഷെ ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എന്ത് തോന്നിയ ദിവസം കാണിക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ ഞാനൊരു തേർഡ് പ്രോഗ്രാം എടുക്കാം. നമുക്കൊരു സ്ട്രക്റ്റ് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ നോക്കി, അപ്പൊ കുറച്ചുകൂടി ഒരു ഇത് കിട്ടുമല്ലോ. നമ്മുടെ ഉദ്ദേശം അതായിരുന്നില്ലെങ്കിലും ലെറ്റ് മീ ഇവിടെയാണ് അതിന്റെ പവർ. നമുക്കൊരു സ്ട്രക്റ്റ് ഉണ്ടാക്കാം.
29 ആണോ ചെറുതേ? ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വയസ്സ് 29 ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എസ്പെഷ്യലി ചെറുത്തിന്റെ കുഴപ്പമില്ല. സാറിന്റെ ബൈ ടൂരിയതാ മതി. അതെ, ഏതെങ്കിലും ഒരു സമയത്ത് കറക്റ്റ് ആയിരുന്നു കാണും. അപ്പൊ നമുക്ക് 100-ന് ഇടയ്ക്ക് ഒരു സാലറി ഇടാം. ആൾക്കാർക്ക് കോംപ്ലക്സ് അടിക്കണ്ട. വെച്ച് തുടങ്ങുന്ന ബിനു കുറച്ചുകൂടി വയസ്സറിയിക്കേണ്ടെന്ന് പറയണേ. ബിനുവിനിപ്പോ കുറച്ച് പ്രായം അനുസരിച്ച് സാലറി കൂടണമെന്നൊക്കെ ഉണ്ടോ ബിനു? മിണ്ടല്ലോ. എത്ര കൊണ്ട് കിട്ടും, കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും ഇട്ടോളാൻ പറയണല്ലേ? അപ്പൊ 0 ഇടാം. ഒരാളുടെ കൂടി പേരിടാം, അഖിലേഷൻ. കമ്പൈൽ ചെയ്ത് നോക്കണം ഇതൊക്കെ വർക്ക് ചെയ്യാന്നുണ്ടോ. ഞാൻ ഈ സ്ട്രക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടേ ആണോ. C++ലെ ഇനിഷ്യലൈസർ ലിസ്റ്റ് വന്നപ്പോ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഇതിപ്പോ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് സോർട്ട് ചെയ്യാം. പഴയത് കിടക്കട്ടെ. ഫ്രണ്ടാണോ ഫ്രണ്ട്സ് ആണോ? ഇതൊക്കെ മാലോക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യട്ടെ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഈ നെയിം ആൻഡ് ഏജ് നോക്കാം നമുക്കിവിടെ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോ തൽക്കാലം നെയിം വെച്ച് കമ്പയർ ചെയ്യാം. കുറെ ഇഷ്യൂസ് ഉണ്ട്.
ഈ strcmp ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂ തന്നെ സിഗ്നമ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതൊക്കെ എടുത്ത് കളയാം. നാല് ഐറ്റം ഉണ്ട്. സൈസ് ഓഫ് ഫ്രണ്ട് ആണ്. CMP ഫ്രണ്ട് ബൈ നെയിം. IRR അല്ല, എന്തായിരുന്നു അതിന്റെ പേര്? P ഗ്ലോബൽ. ഇത് ഇൻ പ്ലേസ് സോർട്ട് ആണ് ചെയ്യണേ. അപ്പൊ ഇതിനെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് ഒരു മിനിറ്റ് കേട്ടോ, ചിലപ്പോ ബാക്ക് ഫയർ ചെയ്യാൻ നോക്കാം. കോപ്പി ചെയ്തെടുക്കേണ്ടി വരും. hash include string.h include ചെയ്താൽ മതി. അഖിലേഷ്, ബിനു, ശരത്, വൈശാഖ് എന്ന് സോർട്ട് ചെയ്യണ്ടോ? നമ്മൾ കൊടുത്ത ഓർഡറിലല്ല ഇത് ചെയ്തേക്കണേ. ഇനിയിപ്പോ നമുക്ക് നെയിം ഏജും വെച്ച് സോർട്ട് ചെയ്യണമെങ്കിലും അതും പറ്റും.
ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇത് നമുക്കേ ഈ കോമ്പോസിറ്റ് കീ വെച്ച് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം ഏജ് വെച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഇതിന്റെ കോംപ്ലിക്കേഷൻ പിന്നെ ഇത് ചെയ്താന്നില്ല. ശരിക്കും ഇത് ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമുക്കത് ഗേജ് വെച്ച് സോർട്ട് ചെയ്താൽ മതിയല്ലോ. കോമ്പോസിറ്റ് കീ വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് മെത്തേഡ് അല്ല. എവിടെയാ പ്രശ്നം എന്നല്ല. ഓക്കെ. ഇതിന്റെ ഉള്ളിലേ കാണാൻ പറ്റൂല ഈ 44. ഓ
നമ്മളിപ്പോ എന്താ പറയാ ഏജന്റുള്ള സോർട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് ഏജും ഇതും പ്രിന്റ് ചെയ്താണ്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഗെയിം പിടി കിട്ടിയോ? ഇവൻ ജോമെട്രിക് ഡാറ്റ സ്ട്രക്ചർ എന്തും സോർട്ട് ചെയ്യാം നമുക്ക്. ഇത് കമ്പൈൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ പറയാ, നമ്മള് ഡാറ്റാബേസിലേക്ക് കൊടുക്കുന്ന ക്വയറി, അതായത് നമ്മൾ ഈ സിഗ്നം ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂ ആണ് ഇമ്പോർട്ടന്റ്. ആദ്യത്തേതാണ് വലുതെങ്കിൽ എ ആയിരിക്കും, അല്ല 1 ആയിരിക്കും. രണ്ടാമത്താണ് വലുതെങ്കിൽ -1 ആയിരിക്കും. 2 ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ ഈ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സെയിം ബഫർ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഗുണം. ഇതിപ്പോ ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ 4 ഞാൻ ഇവിടെ ഹാർഡ് കോഡ് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഇത് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ ഒരു അതായത് ടോട്ടൽ P global array spelling. ഓക്കെ, യാ, ഓക്കെ. കണ്ടോ? അപ്പൊ 4 തന്നെ കിട്ടി. അപ്പൊ ഇങ്ങനത്തെ കുറെ ലോ ലെവൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് വേണമെങ്കിൽ പോയിന്റർ വെച്ചിട്ടും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പോസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഉദ്ദേശം അതായിരുന്നില്ലെങ്കിൽ നമ്മൾ ക്യൂ സോർട്ട് ഫംഗ്ഷന്റെ ഇൻട്രിക്കസീസിലോട്ടാണ് പോയത്. അപ്പൊ എങ്ങനെയാണ് ഇത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മേ ബി ഇത് ഈ പർട്ടിക്കുലർ 3 പ്രോഗ്രാം നിങ്ങൾ കെയർഫുള്ളി പഠിച്ചു കഴിഞ്ഞാൽ ഡെന്നിസ് റിച്ചിയുടെ ബുക്കും മിക്ക സി ബുക്കും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഈ ക്യൂ സോർട്ട് അതേമാതിരി തന്നെ ബി സെർച്ച്, ഈ ക്യൂ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി സെർച്ച് ചെയ്യാൻ പറ്റും, ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റും. ഇതേ പ്രോട്ടോകോളാ. കണ്ട, ബി സെർച്ചിന്റെയും സെയിം പ്രോട്ടോകോളാ. പക്ഷെ നിങ്ങൾ മറ്റേ എന്താ പറയാ, ക്യൂ സോർട്ട് ചെയ്ത സാധനത്തിനെ ബി സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സോർട്ടഡ് സാധനത്തിനെ ബി സെർച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എറർ വരും. ഇറ്റ് അസ്യൂംസ് ദാറ്റ് അറേ ഈസ് ആൾറെഡി സോർട്ടഡ്. ഉണ്ട് ഇവിടെ ജസ്റ്റ് ഇതുള്ളൂ. ഓട്ടോമാറ്റിക്കലി 1 അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്താലും മതി എന്നാണ് അവർ പറയുന്നത്. അല്ല പക്ഷെ ഇവിടെ നെഗറ്റീവ് വരും.
ഇതൊന്ന് നോക്കുക എങ്ങനെയാണ് സ്ട്രിങ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ കോഡ് ഈ പേജില്ലേ, ഇറ്റ്സ് എ ഗുഡ് പേജ്. അറേ ഓഫ് ഒബ്ജക്ട്സ് എങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്ത സാധനം തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഈ പേജാണ് പഠിച്ചാൽ ഇപ്പൊ നൾ പി ടി ആർ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ നിങ്ങളുടെ കമ്പൈലർ വിഷ്വൽ സ്റ്റുഡിയോ 2017 GCC 8 മുകളിലായിരിക്കണം കേട്ടോ ഈ നൾ പി ടി ആർ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ. അതായത് ഇവിടെ കണ്ടോ നൾ പി ടി ആർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാനത് ഇതേതൊരു കോഴ്സിന്റെ ബുക്കാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. ക്യൂസോട്ട് ആൻഡ് ബി സെർച്ച് ആണ് ഇവർ പറയുന്നത്. ഈ ക്യൂസോട്ടിന്റെ ഉള്ളിൽ ക്യുക്സോട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻ ബൈനറി സെർച്ച് ഉപയോഗിച്ചാലും അല്ല ഈ ബബിൾ സോട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ആ ഇന്റർഫേസ് ഓണർ ചെയ്താൽ മതി. ഇതിപ്പോ നമ്മൾ ഇന്റീജർ എങ്ങനെ ചെയ്യാന്നാണ് ഇവര് ചെയ്യുന്നത്. കാരണം ഇവിടെ ബി സെർച്ച് ചെയ്യണ്ട്. ക്യൂസോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ബി സെർച്ച് ചെയ്യാം. ഇതാണെങ്കിൽ അങ്ങനെ അറേ ഓഫ് സി സ്ട്രിങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. ഓർഡർ സ്ട്രിങ് ഉണ്ടല്ലേ ഇവിടെ strcmp തന്നെ ഞാൻ ഉപയോഗിച്ച സാധനം തന്നെ അവരും ഉപയോഗിച്ചേക്കുന്നത്. ഇനി 2 ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ സെയിം തന്നെ. കാരണം ഈ എന്താ പറയുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലെങ്ത് 15 ആണെന്നാണ് അവിടെ പറയുന്നത്. ഒരു സ്ട്രിങ് അറേ മാതിരി തന്നെയാണ്. കാർ അറേ എന്നുള്ളത് കാർ സ്റ്റാർ കാർ അറേ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. അറേ ഓഫ് ഒബ്ജക്ട്സ് ഇപ്പൊ നമ്മൾ ചെയ്ത പരിപാടി അത് പക്ഷേ കുറച്ചുകൂടി ഓർഡർ നെയിം സ്റ്റുഡൻസിന്റെ GPA വെച്ചിട്ടുള്ള ഇവിടെ എല്ലാ പ്രോഗ്രാമിന്റെ ലിങ്കും ഉണ്ട്. ദാറ്റ് മീൻസ് ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് പോസ് ചെയ്യാണ്. നമുക്ക് എന്നിട്ട് വീണ്ടും പഴയ പ്രോഗ്രാമിലോട്ട് പോവാം. പക്ഷെ അതിനു മുമ്പ് ഓക്കെ എനി ക്വസ്റ്റ്യൻസ്? റെസ്പോൺസ് കിട്ടുന്നില്ലല്ലോ. പല രീതിയിൽ പ്രിന്റ് ചെയ്യാം കേട്ടോ നമുക്ക്.
സെയിം സാധനം തന്നെ നമ്മൾ ഇങ്ങനെയും പ്രിന്റ് ചെയ്തു. ഏതായിരിക്കും ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എനിവൺ? ഹലോ, ഒരു എക്സ്ട്രാ ഓപ്പറേഷൻ ഇല്ലേ ഇതിന്റെ കേസിൽ? ഏതാ? PTR++ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റിൽ ഫാസ്റ്റ് ഇപ്പൊ നമ്മൾ എഴുതിയതായിരിക്കും. വൈ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റർ ആക്സസ് തന്നെയാണ്. ഇവിടെ കുറെ കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അരിത്തമെറ്റിക് ഉണ്ട്, അതാണോ? ആ അല്ല, പോയിന്റർ അരിത്തമാറ്റിക് ക്യാൻ ക്രിയേറ്റ് യു ഗെറ്റ് യു ഫാസ്റ്റർ കോഡ് എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും കൂടിയാണ് ഈ കോഡ്. നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്തൊരു 10,000 ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പീഡ് ഡിഫറൻസ്. ഒന്നും ആരും അല്ല, എനിക്ക് ഇപ്പൊ ഇഫ് യു ആർ ഫ്രം അതർ ലാംഗ്വേജസ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ആകെ 10 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങോട്ട് മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഏരിയ ഏതാന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ചെയ്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അറിയില്ല എത്ര പേര് ഇതിൽ കോഡ് ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പൊ 3 എപ്പിസോഡിലെ കാര്യങ്ങൾ കോഡ് ചെയ്ത് എത്ര പേരുണ്ട് ഇതില്? ഹലോ, ആണോ? ഇതാരാ? ചെറുത്ത? അതെ. ഓക്കെ. അല്ല, ഒന്ന് കോഡ് ചെയ്ത് നോക്കുക. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ ഈ പ്രോഗ്രാം നമ്മുടെ ഉദ്ദേശം ക്രോസ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത എക്സാമ്പിൾ ക്യൂസോട്ടാന്നുള്ളൂ. പക്ഷെ എനിക്കൊരു ഇത് ചെയ്തപ്പോ ഒരു ഡൗട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി കുറെ ഇഡിയംസ് ഉണ്ട് ഇതിൽ. C# കമ്പാരിറ്റർ ഉപയോഗിച്ച് എത്ര പേരുണ്ട്? C#, ജാവയിലോ, റൂബിയിലോ വല്ലതും? കമ്പയർ ഫംഗ്ഷൻ. അത് തന്നെ, കമ്പാരിറ്റർ എന്നാണ് അതിന്റെ ടെക്നിക്കൽ നെയിം. അതെ. അപ്പൊ ഇത് അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. പക്ഷെ ഇതെന്താ വെച്ചാലേ ഇവന്റെ കുറച്ച് കോഡുള്ളൂങ്കിലും ഇത് ചെയ്യണം. ആൾക്കാർ 6 മാസം എടുക്കുന്ന സാധനം നമ്മളിപ്പോ ഈ 8 ക്ലാസ്സിൽ കവർ ചെയ്യണം. അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം. ചില ഒരു നൊട്ടേഷൻ ആയിട്ടേ. ഓക്കെ, അപ്പൊ നമ്മള് ഒറിജിനൽ പ്രോഗ്രാമിലോട്ട് നമ്മൾ വീണ്ടും പോകുന്നു. നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോണത് ഇതെങ്ങനെ DLL ആക്കിയിട്ട് ഡൈനാമിക്കലി വിൻഡോ. പറഞ്ഞോ. അവസാനത്തിൽ പോയിന്റ് ++ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് നെക്സ്റ്റ് മെമ്മറിയിലോട്ടല്ലേ പോകുന്നത്? നെക്സ്റ്റ് മെമ്മറി അല്ല, അവിടെ പോയിന്ററിന് ഒരു അരിത്തമാറ്റിക് ഉണ്ട്. PTR + സൈസ് ഓഫ് ഫ്രണ്ട് ആയിരിക്കും പോകുന്നത്. മനസ്സിലായില്ലേ? ഇതിനൊരു ലേ ഔട്ട് ഉണ്ട്. ഈ സാധനം ലേ ഔട്ട് ചെയ്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും. മനസ്സിലായോ? അതായത് കറക്റ്റ് സൈസ് സ്കിപ്പ് ചെയ്യുവാൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കിടക്കണമെന്ന് വെച്ചോ. പാക്ക് ചെയ്യുമ്പേ ഞാൻ പറയട്ടെ, ഇപ്പൊ 50, 54, 50, 54. ഇത് പ്രശ്നം എവിടെയാന്ന് അറിയാവോ? ഇപ്പൊ ഈ 50 കഴിഞ്ഞാ ഇവര് ചിലപ്പോ 52, 56 ഏജ് സ്റ്റോർ ചെയ്യണേ. കാരണം 4ന്റെ മൾട്ടിപ്പിൾ വെച്ച് സ്റ്റോർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. നമുക്ക് അടുത്ത് പാക്ക് ചെയ്യണമെങ്കിലേ അതിപ്പോ ഇതെങ്ങനെ ഇപ്പൊ നമ്മള് ഒരു മിനിറ്റ് കേട്ടോ, ഞാനിതൊരു കൂട്ടം കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലേ? അത് കറക്റ്റായിട്ട് ഓഫ്സെറ്റ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഏതാ? ഇതൊരു കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ലൊക്കേഷനിലായിരിക്കും അവര് പാക്കേജ്. അങ്ങനെ വേണമെന്നില്ല കേട്ടോ. അവർക്ക്
ഒരു കമ്പൈലർ കറക്റ്റ് ആയിട്ട് അങ്ങനെ പല രീതിയിൽ പാക്ക് ചെയ്യും അത്. അങ്ങനെയാണ് ഓഫ്സെറ്റ് മൈനസ് മറ്റേ ഫസ്റ്റ് അറേ ഓഫ് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല കറക്റ്റ് അല്ല ആയിട്ടുള്ളത്. അതാണ് എഫക്റ്റീവ്ലി നമ്മൾ ഇവിടെ കിട്ടുന്നത് കണ്ട, നമ്മൾ അറേ ആയിട്ട് പറഞ്ഞാലും വർക്ക് ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ടാണ്. നമ്പർ ഇൻറ്റു സൈസ് ഓഫ്, ഇപ്പൊ എത്രാമത്തെ നമ്പർ ഇൻറ്റു, ഇപ്പൊ നമ്പർ 1 ആണെങ്കിൽ സൈസ് ഓഫ് ആ സ്ട്രക്ചർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ബഫറിൽ നിന്നാണ്, ആ സെഗ്മെന്റിൽ നിന്നാണ് ആ വാല്യൂ എടുക്കുന്നത്. നമുക്കിതൊന്നും ഏത് ഞാൻ പറയട്ടെ, ഇതിന്റെ സൈസേ, ഇപ്പൊ ഞാൻ നിതിൻ ചോദിച്ചതിനൊന്ന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് വരാം. എന്താ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തോ പണി ഉണ്ടാക്കണ്ടെന്നോ? എന്താ പറ്റിയോ? എന്താ ശരത്തിന് വല്ല പിടിയിട്ടുണ്ടോ ശരത്ത്? അത് പ്രസിദ്ധ അതാ EX കറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അല്ല അതെന്താന്നുള്ള സാർ, മറ്റേ ആന്റിവൈറസിന്റെ അന്ന് എന്തോ അത് ഡിലീറ്റ് ചെയ്ത് കളയലായിരുന്നല്ലേ സാർ? അതെല്ലാം അതെ അതെ അതെ, ഇതെന്താ പണിയല്ലേ അത്? സി ഡീറ്റെയിൽസ് ഏതാ? എന്തോ ത്രെഡ് ഫൗണ്ട് ഉണ്ട്, ഇത് തന്നെ ആയിരിക്കും. ബിനു കൊടുത്തു നോക്കാം. അല്ല, അവിടെ ആക്ഷൻ ത്രെട്ട് അല്ലാന്ന് മാർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓ, അത് ചെയ്തിട്ട് ഞാൻ ആക്ഷൻ ചെയ്തു എന്ന് വിചാരിച്ചു. ഓഫ്.
ക്വാറന്റൈൻ റിമൂവും ക്വാറന്റൈനും. ആ ഫങ്ഷൻസ് വല്ലതും ഇതാണോ, വൾണറബിൾ ആണോ യൂസ് ചെയ്യുന്നത്? ഈ ഫോൾഡറിലെ പ്രശ്നമാണ്. നമുക്കൊരു വേറൊരു ഫോൾഡർ ഉണ്ടാക്കി വെക്കാലോ. ബിനുവിന്റെ പേരെടുത്ത പ്രശ്നം. അല്ല, വേറെ കൊടുത്തപ്പോഴാണ് ഞാൻ വെറുതെ എവിടെ വേറെ വല്ല ഫയലാണോ കമ്പനി? സൈസ് 64 വന്നത്. 50, 54, ശരിക്കും 62 വരണ്ടേ? ശ്രദ്ധിച്ചോ നിതിൻ? ഹലോ സർ. 64 വന്ന സൈസ് ഫ്രണ്ടിന്റെ. ശരിക്കും 50 പ്ലസ് 454 പ്ലസ് 862 വരാൻ പാടുള്ളൂ. ഓക്കെ. അവര് പാഡ് ചെയ്യും. അതായത് ഇപ്പൊ ഞാനിപ്പോ 52 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 64 കിട്ടും, 50 കൊടുത്താൽ 64 കിട്ടും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ അവരിവിടെ ഇടയിൽ മറ്റേ ഹോൾ ഇടും, സോ ദാറ്റ് 4/8 അലൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മെമ്മറി അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടിട്ടാണ്. അതെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടി ഇതൊന്നും ചെയ്ത് നോക്കാം. അതെന്തിനായിരുന്നു? ഈ മെമ്മറി ബൈറ്റ് അലൈൻ ചെയ്യും. ഇപ്പൊ 62 വന്ന. ഓക്കെ. ഈ നമ്മള് ജസ്റ്റ് നമുക്കിങ്ങനെ നമ്മുടെ രീതിയിൽ അരിത്തമാറ്റിക് നടത്തണമെങ്കിലേ പ്രാഗ്മ പാക്ക് 4 ബൈ ഡിഫോൾട്ട് 4 ആണ് വിഷ്വൽ C++ ഒക്കെ. പക്ഷേ മെമ്മറി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ പാഡിങ് വേണ്ടേ? അല്ല, ആ പാഡിങ് അങ്ങനെ വേണമെന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോയിന്റർ ഇല്ലാതെ സ്ട്രക്ചർ മാതിരി ആക്സസ് ചെയ്യണമെങ്കിലോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ അവര് ഫ്രീ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്തോളും. they know how to do it. കാരണം അവർ അലോക്കേറ്റ് ചെയ്യണാണല്ലോ. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം എന്താ? ഇതിപ്പോ നിങ്ങളുടെ കണ്ടിന്യൂസ് ലേഔട്ട് വേണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം 51ാമത്തെ ബൈറ്റ് മുതൽ 55ാമത്തെ ബൈറ്റ് വരെ ഏജ് ആയിരിക്കും. മറ്റേത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രീവിയസ് കാര്യങ്ങളൊക്കെ അറിയണം. അതാ ചോദിച്ചത്. അപ്പൊ അവര് ആ പാഡിങ് വെച്ചിട്ടല്ലേ അവരത് ഇല്ല, ഇവിടെ ഏജ് ആക്സസ് ചെയ്യുമ്പോഴേ ഇവിടെ ഏജ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് അരിത്തമാറ്റിക് നടത്തിക്കോളും, നമ്മൾ ചെയ്യണ്ട. അല്ല, ഈ MLOക്കും CLOK ഒക്കെ ചെയ്യുമ്പോഴും അവരത് തന്നെ ചെയ്യുന്നില്ലേ? MLOK CLOK ജസ്റ്റ് ഫ്രീ സ്റ്റോർ എടുക്കുന്നുള്ളൂ. അവിടുന്ന് ബഫറിനുള്ള സ്പേസ് ഇടുന്നു. അതിൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് മറ്റേ കമ്പൈലർ സ്ട്രക്റ്റിന്റെ ലേഔട്ട് നോക്കിയിട്ടാണ് തീരുമാനിക്കണം. അത് ഈ കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ വർക്ക് ചെയ്തൊരു സിസ്റ്റത്തില് വിഷ്വൽ C++ന്റെ ഡിഫോൾട്ട് അലൈൻമെന്റ് 4, ബോർലൻ C++ന്റെ ഡിഫോൾട്ട് അലൈൻമെന്റ് 1 ആയിരുന്നു. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ പാസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും തല്ലി കൊടുത്തോ. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കി. ഹാഷ് പ്രാഗ്മ പാക്ക് കൊടുത്തപ്പോ എന്ത് പറ്റി, ഇവര് പാഡ് ചെയ്തത് വെറുതെ. അങ്ങനെ ആണ് കണ്ടുപിടിച്ചത് ഇതായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതൊരു ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡിറ്റർമിനിസ്റ്റിക് മെമ്മറി മാനേജ്മെന്റ് ഒക്കെ ചെയ്യണം, പാക്ക് ഒക്കെ ചെയ്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അവ 2 ബൈറ്റ് അവിടെ വേസ്റ്റ് ആക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോ?
ഓക്കെ. അപ്പൊ അതൊക്കെയാണ് എന്റെ ഗെയിം. സാർ അപ്പൊ ഈ 2 ബൈറ്റ് കൊടുക്കണോ, പാഡ് ചെയ്ത് കൊടുക്കണോണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതാ മെമ്മറി സ്ട്രക്ചർ. ആക്സസ് ഫാസ്റ്റ് ആയിരിക്കും 4 ബൈറ്റ് അലൈൻമെന്റ് ആണെങ്കിൽ. ഓക്കെ. ഏത് x86 പ്രോസസ്സറിൽ മിക്കവരും ഡിവേർഡ് ബൗണ്ടറിയിൽ റീഡ് ചെയ്യാനാ മിക്ക ഇതും ചെയ്യണം, അല്ലെങ്കിൽ 2 റീഡ് വേണ്ടി വരും. ഓക്കെ ഓക്കെ. അത് മെഷീൻ ഓറിയന്റഡ് അല്ലേ? അത് x86 ആയ കാരണല്ലേ അത്? അല്ല, പക്ഷെ അത് മിക്ക പ്രോസസ്സറിലും 4 ബൈറ്റ് അലൈൻമെന്റ് ഇഷ്യൂ ഉണ്ട്. 4 അല്ലെങ്കിൽ 8 ബൈറ്റ് അലൈൻഡ് ആയിരിക്കണം. അറ്റോമിസിറ്റി പോവല്ലേ മറ്റേ ഇതൊക്കെ വരുമ്പോ? അതെ അതെ. അല്ല, ഇതിപ്പോ ആ ഒരു ലെവലിൽ വരുമ്പോ അവര് കറക്റ്റ് ആയിട്ട് അത് അതിന് അറ്റോമിസിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ശരിയാ. ശരത്ത് ഉദ്ദേശം മനസ്സിലായോ നിതിൻ ബിനു? ഇല്ല മനസ്സിലായില്ല. അതായത് ഈ മോഡേൺ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാം എഴുതാന്ന് പറഞ്ഞാൽ ലോക്ക് ഫ്രീ പ്രോഗ്രാം എഴുതണം. ഓക്കെ. അപ്പോ ലോക്ക് ഫ്രീ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പ്രോസസറിന്റെയും അണ്ടർലൈൻ കമ്പൈലറിന്റെയും മെമ്മറി ഗ്യാരണ്ടി വേണം നിങ്ങൾക്ക്. അപ്പൊ C++നൊക്കെ മെമ്മറി മോഡൽ ഉണ്ട്, ജാവയ്ക്കും C# C++ മെമ്മറി മോഡൽ, ജാവ മെമ്മറി മോഡൽ, C# മെമ്മറി മോഡൽ എന്നൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അപ്പോ കുറെ ഓപ്പറേഷൻസ് ആറ്റോമിക് ആയിട്ട് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോ പ്രോസസ്സർ സ്വിച്ച് ചെയ്യില്ല, ഏത് ത്രെഡ് സ്വിച്ച് ചെയ്യില്ല. അപ്പോ ചില സ്ഥലത്ത് JVM തലത്തില് ആറ്റോമിക് ഗ്യാരണ്ടി തരും. അതായത് പ്രോസസ്സർ തലത്തിൽ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ JVM ഒരു ഗ്ലോബൽ ലോക്ക് വെച്ചിട്ട് അത് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം കുറച്ചുകൂടി ഫൈൻ ഗ്രൈൻഡ് ലോക്കിങ്ങേ വരുന്നുള്ളൂ, കോഴ്സ് ഗ്രൈൻഡ് ലോക്കിംഗ് വരുന്നില്ല. അപ്പോ ശരത്ത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീഡ് ആണെങ്കിൽ മെമ്മറി ഗ്യാരണ്ടി പോയില്ലേ? ഓക്കെ. എന്താ പറയാ, സിംഗിൾ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ. സിംഗിൾ ഇതിൽ ചെയ്താലേ മെമ്മറി ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പ്രാഗ്മ പാക്ക് 1 ആക്കി കഴിഞ്ഞാൽ അത് അല്ലല്ല? അല്ലേ, ഇതിപ്പോ എന്താണെന്നറിയാമോ, മിക്ക ആൾക്കാരും റിസർവ്ഡ് ഒക്കെ വെച്ചിട്ട് പാഡ് ചെയ്തിട്ട് ഹാഷ് പ്രാഗ്മ പാക്ക് 1 ഇടും. അത് വിൻഡോസിന്റെ PNGയുടെ ഒക്കെ ഹെഡർ ഒക്കെ വായിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലായിടത്തും പ്രാഗ്മ പാക്ക് 4ഉം 2 ഒക്കെ കാണാം. പിന്നെ ഒരു സംശയമുള്ളൂ സാറേ, ഇപ്പൊ ഈ പ്രാഗ്മ പാക്ക് 1 എന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലില് മാത്രമാണോ ഇപ്പൊ ആ കമ്പൈൽ ചെയ്തേക്കുന്ന ആ ഒരു ഫയൽ? അതന്നെ. അതിപ്പോ ഞങ്ങൾ എപ്പോഴും സ്ട്രക്റ്റിന് മുകളിലാണ് കൊടുക്കാറ്. ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ നോക്കിയിട്ടില്ല ക്രോസ് ഫയലാണോ അത് തൊട്ടടുത്ത ഡിക്ലറേഷൻ ആണോ എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്കിപ്പോ നോക്കിക്കളയാം. അല്ല, എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത്, അല്ല ഡിഫൈൻ ചെയ്യുന്നിടത്ത് നമ്മൾ പ്രാഗ്മ പാക്ക് 1 കൊടുത്തു, പക്ഷെ അത് ഉപയോഗിക്കുന്ന ഫയലില് നോർമൽ ആയിട്ട് അത് വരില്ല. അതായത് ഈ ഇപ്പൊ നമ്മുടെ ലാംഡയൊക്കെ കോൾ സൈറ്റിലുള്ള ഡെഫിനിഷൻ സൈറ്റ് ഉണ്ട്, കോൾ സൈറ്റ് ഉണ്ട്. വേരിയബിൾ ഒക്കെ ലെക്സിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് ഒക്കെ ഡെഫിനിഷൻ സൈറ്റ് ചെയ്യുന്നത് ചെയ്യും. ഇപ്പൊ ഡെഫിനിഷൻ സൈറ്റ് ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. നോക്കാതെ അത് എന്താണെന്ന് വായിച്ചു നോക്കേണ്ടി വരും. ഞാനിപ്പോ എപ്പോഴും നമ്മളെപ്പോഴും ഒരു ശീലം എന്നോണം ഏതിനൊക്കെ വേണോ അതിന്റെ മുകളിൽ കൊടുക്കും. അതെനിക്ക് വേണ്ടി ഇത് ഓവർ റൈഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത ഡിക്ലറേഷന് വേണ്ടി മാത്രമാണോ എന്നുള്ളത് നോക്കണോ? അത് ഇല്ല, നോക്കണമെങ്കിൽ നോക്കാം, പക്ഷെ സാർ ഒരു കരിക്കുലം അല്ല അതിപ്പോ ആണെങ്കിൽ നമുക്ക് അല്ലല്ല ഇപ്പൊ എന്തായാലേ ഇപ്പൊ എനിക്ക് മറ്റേ ഇത് തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം.
79. ഓ പ്രാഗ്മ പാക്ക് 1 തന്നെ എടുത്തേ. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്കിപ്പോ വർണ്ണത്തിന്റെ മാത്രം മതിയെങ്കിലേ നോക്കാം. സാർ പ്രാഗ്മ വൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സാധനമല്ലേ? അത് മറ്റേ ഇതിനു വേണ്ടിയാ, ഡ്യൂപ്ലിക്കേറ്റ് ഡിക്ലറേഷൻ വരാതിരിക്കാനാണ്. പ്രാഗ്മ എന്ന് പറഞ്ഞാൽ കമ്പൈലർ ഡയറക്റ്റ് ചെയ്യുന്നേ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. കണ്ടോ മറ്റേത് 88 വന്നാണ്ട 4 ബൈറ്റ് അലൈൻമെന്റ് ആയതുകൊണ്ട്. ആ ഡബിള് അവരടുത്ത 8 ബൈറ്റിലെ 7 ബൈറ്റ് അങ്ങോട്ട് അതിന്റെ ഇടയിൽ ഇട്ടു. മനസ്സിലായ ശരത്തെ? 50, 52, 56, 56 17. അപ്പൊ എത്രയായി? 56, 17, 73. അപ്പൊ 72ആണ്. 73 81, 81 അല്ല 80, 80, 88. അപ്പൊ നമ്മൾ സൂക്ഷിച്ചൊക്കെ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാ. അപ്പൊ ഇതാണ് പുഷ്പ കറണ്ട്. ഇത് ചെയ്യുമ്പോ 4 അലൈൻമെന്റ് പോപ്പ് ചെയ്യുമ്പോ. എനിക്ക് വേണേ എന്താ പറയാ, യു ആർ ഡിസ്ട്രക്ടിങ് ഇറ്റ്. ആ ഹോൾ ഫയലിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ ഹെഡറിലാണല്ലോ ഇത് മിക്കവാറും ഉണ്ടാവുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണേ ഇത് ഓവർ റൈഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഇതിന്. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ സാർ ഈ നമ്മളിപ്പോ ഇത് പ്രീ പ്രോസസർ എന്ന് പറയുന്ന സാധനമല്ലേ ഈ പ്രാഗ്മ ഹാഷ്? അതെ അതെ അതെ. അപ്പൊ അത് ഈ കമ്പൈൽ ടൈമിലാണോ അത് ഇത് ചെയ്യുന്നത്? അതെ അതെ. അതായത് പ്രോപ്പർ സി കമ്പൈലർ എടുക്കണേക്ക് മുമ്പ് ഈ പ്രാഗ്മയൊക്കെ റിസോൾവ് ചെയ്യും. ഈ മാക്രോ എന്നാണ് സി ലൈനെ പറയണേ. അതിപ്പോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നേരത്തെ ശരത്ത് പറഞ്ഞ ഹാഷ് പ്രാഗ്മ വൺസേ ഇത് അവോയ്ഡ് ചെയ്യാനാ. അല്ലെങ്കിൽ ഇഫ് നോട്ട് ഡിഫൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇത് ചെയ്യേണ്ടി വരും. ഇത് ഒഴിവാക്കാനാണ്. കണ്ട ഇതൊക്കെ കമ്പൈൽ ടൈമിലാണ്. ഇപ്പൊ എവിടെ കോൾ കൺവിൻസ് ഫോർ ക്യൂസ് ഓർഡർ ഉണ്ട് അവിടെ കൊണ്ടുപോയി സി ഡിക്ലർ ഇട്ടോളൂ. ഇത് കണ്ട ഇവിടെ ഇത് കമ്പൈൽ ടൈമിൽ തന്നെ. ഇതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയൊക്കെ ലോഡ് ചെയ്യല് കണ്ടോ, എവിടെയൊക്കെ ഗെറ്റ് ഫങ്ക് പി ടി ആർ ഉണ്ടോ അവിടെ കൊണ്ട് ചെയ്തിട്ടുള്ളൂ. അത് ലിനക്സ് വരുമ്പോ കണ്ടോ ഒന്നുമില്ല. ഇവിടെ കണ്ട ഇതിനൊന്നും ക്യൂ സോർട്ട് സി ഡിക്കളില്ല, എക്സ്പോർട്ടഡ് ഫംഗ്ഷൻ ഇതില്ല, എച്ച് ഡി കോളിംഗ് കൺവെൻഷൻ വാലിഡ് അല്ല. പക്ഷെ ഇവിടെ നേരത്തെ ലോഡ് ലൈബ്രറി ഉണ്ടായിരുന്നതിന് ഇവിടെ ഡി എൽ ഓപ്പൺ ആണ്, ഡി എൽ സിം ആണ്. ഇത് ഈവൻ പ്രോപ്പർ കമ്പൈലർ കാണുന്നേക്ക് മുമ്പ് പ്രീ പ്രോസസർ വർക്ക് ചെയ്യും. ഈ പ്രീ പ്രോസസറിൽ കുറെ ഈ എന്താ പറയാ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഇന്ന് ഒരു കണക്കിന് പറഞ്ഞാൽ എന്റെ ക്ലാസ് കൊളായി. ഞാൻ മറ്റേ ഡി എൽ എൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊന്ന് നോക്കി വന്നാൽ മതി.
12 ഇതിവിടെ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുത്തില്ലെങ്കിലേ പെയിന്റ് ഫോർ അത്രേ പണി വന്നത് ഇങ്ങനെ വരുമ്പോഴാ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, പ്രീ പ്രോസസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുത്ത സാധനം ഉണ്ടല്ലോ, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഹലോ സാറേ, പറഞ്ഞോ. നമ്മൾ പ്രീ പ്രോസസ്സറിലെ ടൈപ്പ് എന്തുകൊണ്ടാ കൊടുക്കാതെ? പ്രീ പ്രോസസർ ഇതില്ല, ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊരു ഡം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കണെന്ന് തോന്നുന്നുണ്ട്. ഡം സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണേ, അത് ഞാൻ സമ്മതിച്ചു. അല്ല, ഞാനത് കാണിക്കാനാണ്. ദൈവമേ, ഇതിനറിയാം. STDIO എല്ലാ പ്രീ പ്രോസസിങ് കൂടി നടക്കണോണ്ടാണോ? അതിപ്പോ അങ്ങനെയാണ് ഒരു പണിയാ. അതെ അതെ, അതൊരു പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ അസംബ്ലി ലിസ്റ്റിംഗ് എടുത്താൽ മതിയായിരിക്കും. ഞാനത്
ഏതായിരുന്നു ആ ഫ്ലാഗ്? P ആണോ? ഈ അല്ലേ? ആ, ISTD ഔട്ട്ലോഡ് ഇടാൻ. ഇവിടെ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഇത് വെറുതെ ഡള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേണ്. ഞാനൊരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ കാണിച്ചു തരാം. സാറിന്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇപ്പൊ വന്നേണോ? ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവാം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. അപ്പൊ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാക്രോ ഒക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം. വെറുതെ ടെക്സ്റ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ഇവരെ. വരുമ്പോ പിന്നെ പ്രശ്നമില്ല. ഉണ്ടോ? അല്ലെങ്കിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അപ്പൊ പ്രീ പ്രോസസറിന് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെറുതെ സ്ട്രിങ് സബ്സ്റ്റിറ്റ്യൂഷനാ ചെയ്യുന്നത് അവിടെ. കിട്ടിയോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളത് കറക്റ്റ് ആയിട്ടൊക്കെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല റിസൾട്ട്. ഇതാണ് അതിന്റെ കാര്യം. അതിന് വരെ ഇപ്പൊ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ടൈപ്പ് സേഫാ. ഇത് രണ്ടും വേണമെങ്കിൽ ഈക്വൽ ആന്ന് പറയാം. പക്ഷേ ഇവിടെ അടിയിലാകുമ്പോൾ നമുക്ക് കമ്പൈലറിന്റെ ടൈപ്പ് സേഫ്റ്റി കിട്ടും. ഈ ലെസ് ദാൻ ഓപ്പറേഷൻ ടിയിൽ ഡിഫൈൻഡ് ആണെന്നുള്ളത് എങ്ങനെ? അതെ, അത് മസ്റ്റ് ആണ്. അത് പക്ഷേ ഇന്റിജർ ആണെങ്കിൽ വർക്ക് ചെയ്യുമല്ലോ. മറ്റാണെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവരെ അടിപ്പിക്കും. അവര് കമ്പൈൽ ടൈമിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറിയിലൊക്കെ സോർട്ട് റൂട്ടീൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ. സാർ ഇവിടെ ആംപർസെന്റും മറ്റോടത് പോയിന്ററും അല്ലേ? ഇതിനെന്താ പറയണേ? ഇങ്ങനെ റെഫറൻസ് പാസ് ചെയ്യണേനെ? അല്ല, ഇതേ പാസ് ബൈ റെഫറൻസിന് ഇതൊരു C++ ഇൻഡെക്സ് ആണത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവര് ടൈപ്പ് ഡിഡക്ഷൻ ചെയ്യും ഇവിടെ, മനസ്സിലായില്ലേ? ടെംപ്ലേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ. സോറി, ടെംപ്ലേറ്റും പ്രീ പ്രോസസറും വ്യത്യാസം? മറ്റേ ടെംപ്ലേറ്റ് ടൈപ്പ് സേഫാ. നമ്മളെ ഇപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, ഞാനിത് കണ്ട ഇവിടെ കൊടുത്ത പ്ലോട്ടാക്കി അത് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും. ഇങ്ങനെ കൊടുത്താ പറ. അല്ല, അപ്പൊ ഈ ടെംപ്ലേറ്റ് സെയിം കാര്യം തന്നെയാണോ? സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത്? അതെ. പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ,
ടൈപ്പ് ഡിഡക്ഷന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ആയിട്ട് പറയാം. മറ്റോടത്ത് അങ്ങനെയല്ല, ടൈപ്പ് ഒന്നുമില്ല, വെറുതെ സ്ട്രിങ് പേസ്റ്റ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ചിലപ്പോൾ രണ്ട് റിസൾട്ട് ഒക്കെ കിട്ടും, നമ്മൾ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കാത്തോണ്ടേ. ഓക്കെ. ഇതാകുമ്പോ ഇവാലുവേറ്റ് ചെയ്തൊക്കെ ചെല്ലും. ഓ, ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ ഇനിയിപ്പോ STD ഇപ്പൊ പ്രീ പ്രോസസ് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കണം. പക്ഷെ കമ്പൈലർ സമ്മതിക്കൂല. ഉണ്ടോ ഇപ്പൊ ഇവിടെ 34 താഴെയാണെങ്കിൽ 34. ഇത് ഇവര് ചെയ്യുമായിരിക്കും കേട്ടോ, വാലിഡേറ്റ് ചെയ്യായിരിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതായത് ഹെഡർ ഫയൽ പ്രോസസ് ചെയ്യാനൊക്കെ മുമ്പ് ഒരു ഈ പ്രീ പ്രോസസർ അറിയുന്നില്ല എന്താ നടക്കണേ എന്നുള്ളത്. ഇവിടെ അവര് ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കണ്ടല്ലേ. അതായത് പ്രീ പ്രോസസർ വർക്ക് ചെയ്തിട്ടാണ് ടെംപ്ലേറ്റ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ടെംപ്ലേറ്റ് മെക്കാനിസം ലാംഗ്വേജിന്റെ ഭാഗമാണ്. ഇത്രേ ഉള്ളൂ. ഇത് ടൈപ്പ് സേഫ് അല്ല. വി ആർ പേസ്റ്റിംഗ് സ്ട്രിംഗ് ഹിയർ. വ്യത്യാസം കിട്ടിയോ? ഇല്ലീഗൽ സി പ്രോഗ്രാംസിന് വരെ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. ഇത് ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവന്നത് അതിനാണ്. ഇപ്പൊ ഈ ലിസ്പിലെ കഴിഞ്ഞ ദിവസം ആരോ മെറ്റാ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അഖില് സംസാരിച്ചില്ലേ? അപ്പൊ കോട്ടഡ് നൊട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ? ഹൈജീനിക് മാക്രോ എന്ന് പറയും. ഈ ലിസ്പിലുള്ള ഒരു സാധനമാണ്. അതാണ് ഇതിന്റെ ആധാരം. ഈ ലിസ്പിലൊക്കെ അതെ, അവര് ഇത് കറക്റ്റായിട്ട് പ്രീ പ്രോസസർ എങ്ങനെയാണ് ഇത് ചെയ്യണേന്നുള്ളത്. ഇത് ഇവിടെ ആകുമ്പോ ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞ കോട്ടഡ് നൊട്ടേഷൻ ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ കറക്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളൂ. ഈ ഹൈജീനിക് മാക്രോ എന്താന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഹൈജീനിക് മാക്രോ എന്ന് പറഞ്ഞ സാധനേ ഞാൻ 2011 ഈ ജർമ്മനിയിലൊരു എൻഗേജ്മെന്റ് പോയി, RTT ടെക്നോളജിയിൽ. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ടൈപ്പ് തിയറിസ്റ്റ് ആണ് മുമ്പിൽ ഇരിക്കണേ. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു യോഗേശ്വർ സിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മറ്റേ പുള്ളി ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ പുള്ളി യങ്സ്റ്റർ ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ ഈ ഇങ്ങേർക്ക് കറക്റ്റ് ഇംഗ്ലീഷ് കിട്ടില്ല ഈ യോഗേശ്വർ സിംഗിന് ഉത്തരം പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞിട്ട് ഈ ഹൈജീനിക് മാക്രോയെ കുറിച്ച് ഞാനൊരു ദിവസം പറഞ്ഞപ്പോ പുള്ളി എന്റെ ദോസ്തായി. അത്രയും ദിവസം പുള്ളി എന്നെ ഒരു 2-3 ദിവസമൊക്കെ പുള്ളി എന്നെ ഒരു സംശയത്തോടെ നോക്കിയിരുന്നേ. അപ്പൊ പെർഹാപ്സ് ഈ എന്താ പറയാ ആൽപ്സിലേക്കുള്ള ഒരു യാത്ര വരെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഈ ഹൈജീനിക് മാക്രോ എന്നുള്ളൊരു ടേം കാരണം. അതെ, ശരത്തെ അഖിൽ ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട്, ഞാനുണ്ടായിരുന്നു. അതാണ് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചാലേ നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചതിന്റെ ആണോ പുള്ളി ഇൻഡിപെൻഡന്റ്ലി നോക്കിയത്? എനിക്ക് തോന്നണ പുള്ളിയുടെ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഈ കോട്ടഡ് നൊട്ടേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഡിസ്പ്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സേ നമ്മുടെ ഉദ്ദേശ കാര്യം നടന്നില്ലെങ്കിലും
സ്പോട്ടഡ് സ്ട്രിങ് എന്നാണല്ലേ? ഓ, ഈ ട്യൂട്ടോറിയൽ പോയിന്റിൽ എന്താ ഇല്ലാതെ അല്ലേ? അതെ, കുറെ പരിപാടികളുണ്ട്. നമുക്ക് ഏതാ ട്യൂട്ടോറിയൽ പോയിന്റ് പക്ഷെ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഒരുമാതിരി നോക്കും നമ്മളെ. പക്ഷെ വേറെ പക്ഷേ ഏത് വിഷയം ഇപ്പൊ C++ തന്നെ എനിക്ക് വേണേ ഞാൻ പഠിപ്പിക്കണേ നന്നായിട്ട് പഠിപ്പിക്കായിരിക്കും അവര്. ഓൺലൈൻ കമ്പൈലറൊക്കെ ഇല്ലേ? എന്തിനില്ലാത്തത് ഏക്കത്തിനും ഉണ്ട്. ഇത് PDF ആയിട്ട് പ്രിന്റ് ചെയ്യാം, അറിയാവോ? അത് ബുക്ക് കണ്ടിട്ടുണ്ട്, ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. ഇത്രയും കമ്പൈലറിന്റെ പേരൊക്കെ എല്ലാം ഉണ്ട്. പഠിക്കുക എന്താ വെച്ചാലേ സ്പൂൺ പിടി എളുപ്പമാണ്. ഇത് കണ്ട ഇപ്പൊ സ്പെഷ്യലിസ്റ്റ് ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അപ്പോ ഇന്നത്തെ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. പക്ഷെ ഇന്ന് ക്വയറ്റായിരുന്നു ക്ലാസ്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ആ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാവോ എല്ലാവരും? ഏതാ മറ്റേ ക്രോസ് പ്ലാറ്റ്ഫോം, പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോന്നായിട്ട് നോക്കാം. സെബാസ്റ്റ്യൻ വന്നിട്ടില്ല, അതാണ് സാറിന് കേറ്റാണെന്ന് ഫീൽ ചെയ്യുന്നത് ലാസ്റ്റ് ടൈം. ഏതാ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെ ക്യൂ സോട്ട് എന്താന്ന് നമുക്കൊന്ന് കണ്ട. ഇപ്പൊ ഈ പ്രോഗ്രാം എന്താ ചെയ്തേ? നമ്മള് ഈ കമ്പാരറ്റർ എന്താന്ന് പഠിച്ചു, പിന്നെ എന്താ പറയാ ഡൈനാമിക് അലൊക്കേഷൻ എങ്ങനെയാന്ന് പഠിച്ചു, പിന്നെ ഞാൻ ഇതവിടെ അപ്ലോഡ് ചെയ്യാം, പിന്നെ ക്യൂ സോട്ട് എങ്ങനെ വിളിക്കാന്ന് പഠിച്ചു. അതാണ് QSRTയുടെ ഇത്. പിന്നെ IQSRT എന്താ വെച്ചാൽ സെയിം പ്രോഗ്രാം തന്നെ ഇന്റിജർ എങ്ങനെ ഉപയോഗിക്കാന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ SQRT എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടി പഠിച്ചു. അത് നമ്മൾ എങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രക്ചർ ഉപയോഗിക്കാന്ന് പഠിച്ചു. പിന്നെ അത് മാത്രമല്ല നമ്മൾ പാക്കിങ്, സൈസ് ഓഫ്, ഇത് കുറച്ചും കൂടിയൊക്കെ ഒരു ഇവോൾവ് പ്രോഗ്രാമാണ്. പിന്നെ നമ്മൾ ഫൈനലി പഠിച്ചത് പ്രീ പ്രോസസ്സറാണ്, സ്ട്രിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ടെംപ്ലേറ്റ് ആയിട്ടുള്ള വ്യത്യാസം, ഹൈജീനിക് മാക്രോ എന്താണ്. അപ്പൊ ഇതാണ് ഇത് ചെയ്യണത്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാണ്, സോ ദാറ്റ് നമുക്ക് എന്താ പറയാ ഇതിനെ കുറിച്ച് സംസാരിക്കാം.